ഉസ്താദിനോടെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പരമാവധി നേരത്തെ സംസാരിച്ചു പോയി. പക്ഷെ അപ്പോഴൊക്കെ ഫضലുർ റഹ്മാനെ ന്യായീകരിച്ചിട്ടാ പറയണത്. സഫ്വാന് ചെറിയ കുട്ടിക്കാലം മുതൽ എനിക്കറിയാം, ഇവന് കുട്ടിക്കാലം മുതൽ എനിക്കറിയാം, ഇവൻ അങ്ങനത്തെ ഒന്നും ചെയ്യൂല എന്ന് തന്നെ ഉറപ്പിച്ച് പറയണത്. പിന്നെ മൂപ്പരോട് എന്ത് പറയണത് കാര്യം? പക്ഷെ ഞാൻ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചിട്ടോ, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണെങ്കിലും പിന്നെ മൂപ്പര് അങ്ങനെ ഈ ഒരു അല്പം ദയ ഉണ്ടെങ്കിൽ മൂപ്പരെ പുറത്തു വിടൂലല്ലോ. ഇത് പുറത്ത് വിട്ടത് ആർക്കാ? മജീദ് പത്തപ്പിരിയത്തിന് വിട്ട് എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ലീക്കാക്കാൻ വേണ്ടി ഓരോന്ന് ഇങ്ങനെ സഹായം ചെയ്തു കൊടുക്കല്ലേ. അതിന് ഉസ്താദും ശിഷ്യനല്ലാന്ന് വെച്ചോളി, എന്നാലും ഒരു വേറൊരാളെ പറ്റിയിട്ട് ഇങ്ങനെ പുറത്ത് വിടാൻ വേണ്ടിയിട്ട് ഒരു പണ്ഡിത ശ്രമിക്കുമോ വഷളാക്കാൻ വേണ്ടിയിട്ട്? ഇപ്പൊ പ്രത്യേകിച്ചും ഉണ്ടാവും ഉസ്താദെ. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഉസ്താദിന് ഒരുപാട് ശിഷ്യന്മാരുള്ളതല്ലേ. എന്നിട്ട് അവർക്കൊന്നും എവിടെ എത്താൻ കഴിഞ്ഞില്ല. നിങ്ങളൊരു ചെറു പ്രായത്തിൽ തന്നെ ജനമനസ്സുകൾ കീഴടക്കി അറിയപ്പെട്ടു. അപ്പൊ അതിലെന്തായാലും ഒരു അസൂയ മറ്റുള്ള ആളുകൾക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെല്ലാരും കൂടി ഇങ്ങോട്ട് പറയുന്ന സമയത്ത് അതല്ലേ ഉസ്താദ് കേൾക്കും ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടാവും. അത് നമുക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്.